ഹരി ഓം. ശ്ലോകം 3. കോസോ മാമവദത്പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവദാ വാക്യാർത്ഥമുത്പശ്യതാം ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിതഃ തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. നമുക്ക് പദങ്ങളൊന്ന് പിരിച്ചു നോക്കാം. കോസൗ, കഹ പ്ലസ് അസൗ ആണ് കോസൗ. കഹ പ്ലസ് അസൗ. കോസൗ മാം അവദത്. മാം പ്ലസ് അവദത്. മാമവദത്. ശരിക്കും മാമനും മാമിയൊന്നും അല്ലത്. മാമവദത്. മാം പ്ലസ് അവദത്. പുമാനിതി. പുമാൻ പ്ലസ് ഇതി. പുമാനിതി. ജലാപൂർണേ. ജല ആപൂർണേ. ജഗന്മണ്ഡലേ. ജഗത് മണ്ഡലേ. കോസൗ മാമവദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ. അടുത്ത വരി ദിക്ഷുദ്വീക്ഷ്യ. ദിക്ഷുദ്വീക്ഷ്യ. ദിക്ഷു ഉദ്വീക്ഷ്യ. ഉദ്വീക്ഷ്യ അതാണ് ദിക്ഷുദ്വീക്ഷ്യ. ദിക്ഷു പ്ലസ് ഉദ്വീക്ഷ്യ. ഉദ്വീക്ഷ്യ. ദിക്ഷുദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവദാ. കിം പ്ലസ് അപി പ്ലസ് അനീക്ഷിതവദാ അതാണ് കിമപ്യനീക്ഷിതവദാ. കിം അപി അനീക്ഷിതവദാ. കിമപ്യനീക്ഷിതവദാ. വാക്യാർത്ഥമുത്പശ്യത. വാക്യ അർത്ഥം പ്ലസ് ഉത്പശ്യത. വാക്യാർത്ഥമുത്പശ്യത. വാക്യാർത്ഥം അർത്ഥം എൻ്റെ അമ്മും ഉത്പശ്യതയുടെ ഊവും കൂടെ വന്നപ്പോഴത്തേനും ആ സന്ധി മാറിയപ്പോഴത്തേനും വാക്യാർത്ഥ മൂ വന്നു അവിടെ. മുത്പശ്യത എന്ന് വിചാരിച്ച് വാക്യാർത്ഥ മുത്പശ്യത എന്നെടുത്ത് പറയരുത്. വാക്യാർത്ഥമുത്പശ്യത. ദിക്ഷുദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവദാ വാക്യാർത്ഥമുത്പശ്യത. അടുത്ത വരി ദിവ്യം വർഷ സഹസ്രം ആത്ത തപസാ. ദിവ്യം വർഷസഹസ്രമാത്ത തപസാ. സഹസ്രം പ്ലസ് ആത്ത അതാണ് സഹസ്രമാത്ത തപസാ. തേന ത്വമാരാധിത. ത്വം പ്ലസ് ആരാധിതഃ. ത്വമാരാധിതഃ. ത്വമാരാധിതഃ അതാണ് ത്വം പ്ലസ് ആരാധിതഃ. അപ്പം അവിടെ ത്വമാരാധിതഃ അവിടെ വിസർഗമുണ്ട്. നമ്മൾ വിസർഗം ഉച്ചരിക്കാണ്ട് അടുത്ത വരിയിലേക്ക് പോവുകയാണെങ്കിൽ സ്തസ്മൈ എന്ന് പറഞ്ഞെടുക്കണം. സ്തസ്മൈ സാ കൂടെ ചേർത്ത് സ്തസ്മൈ. ത്വമാരാധിതസ്തസ്മൈ എന്ന് പറഞ്ഞെടുക്കണം. അല്ല നമ്മളവിടെ ത്വമാരാധിതഃ വിസർഗം പറയുകയാണെങ്കിൽ തസ്മൈ എന്നെടുത്താൽ മതി. ശരിക്കും നമ്മുടെ ഈ പുസ്തകത്തിൽ പിരിച്ചു തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വായിക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ പുസ്തകം വലിയക്ഷരവുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകം വായിക്കാൻ എടുത്തത്. പക്ഷേ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പുസ്തകത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പുതിയ ആൾക്കാരത് കേൾക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് എടുത്തെടുത്ത് ഞാൻ പറയുന്നത്. 1-2 പേര് പുതുതായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പം ആ വിസർഗം പറയാതെ വരികയാണെങ്കിൽ ചേർത്തെടുക്കുകയാണെങ്കിൽ സ്തസ്മൈ എന്ന് പറഞ്ഞെടുക്കണം. അടുത്ത വരി സ്തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം എന്നെടുക്കണം. അപ്പം ശരിക്കും പറഞ്ഞാൽ പിരിക്കുമ്പം ത്വം ആരാധിതഃ തസ്മൈ ദർശിതവാൻ അസി. ദർശിതവാൻ പ്ലസ് അസി അതാണ് ദർശിതവാനസി. ദർശിതവാൻ പ്ലസ് അസി. ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠം
പ്ലസ് ഏക അദ്ഭുതം വൈകുണ്ഠമേകാത്ഭുതം. അവിടെ സന്ധി വന്നു, വൈകുണ്ഠം കഴിഞ്ഞിട്ട് ഏക. അപ്പം അത് ആ സന്ധി മാറും നമ്മൾ ഒരുമിച്ച് ചൊല്ലുമ്പോഴത്തേന്. അതാണ് വൈകുണ്ഠമേകാത്ഭുതം. വൈകുണ്ഠം പ്ലസ് ഏക അദ്ഭുതം വൈകുണ്ഠമേകാത്ഭുതം. തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. അവിടെ വിസർഗം ഇട്ടും ചൊല്ലാം. ഇട്ട് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ തസ്മൈ എന്നെടുക്കണം. വിസർഗം പറയുകയാണെങ്കിൽ തസ്മൈ എന്നെടുത്താൽ മതി. അത് ശ്രദ്ധിച്ചോണ്ടാൽ മതി. അതെങ്ങനെ എടുക്കണം എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് തുടക്കത്തിൽ വിസർഗം പറഞ്ഞിട്ട് തസ്മൈ എന്നെടുക്കുക. എന്നാലും അവിടെ മാർക്ക് ചെയ്ത് വെച്ചോളുക. താഴെ മുകളിലൊരു സാ ഇട്ട് വെക്കുക, തസ്മൈ എന്ന്. ആദ്യമേ അങ്ങനെ ചൊല്ലി പഠിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് തിരുത്തേണ്ടി വരത്തില്ല. കോസോ മാമവദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവദാ വാക്യാർത്ഥമുത്പശ്യത ദിവ്യം വർഷസഹസ്രമാത്ത തപസാ തേന ത്വമാരാധിതസ്തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. ആദ്യം ഞാൻ തേന ത്വമാരാധിത എന്നാണ് ചൊല്ലിയെടുത്തത്. ഇപ്പം രണ്ടാമത് ചൊല്ലിയിട്ടത് തസ്മൈ എന്നെടുത്തു. രണ്ട് തരത്തിലും പഠിക്കുക. എന്നിട്ട് കുറച്ചുകൂടെ ശരി എന്നുള്ളത് വിസർഗം പറയാണ്ടെടുത്ത വരി പറഞ്ഞു പോകുന്നതാണ്. മറ്റത് തെറ്റല്ല, അതും തെറ്റ്. അത് പിരിച്ചു ചൊല്ലുന്നു എന്നേ ഉള്ളൂ. ശ്ലോകം 3 അന്വയവും അർത്ഥവും നോക്കാം. കഹ അസൗ പുമാൻ മാം അവദത് ഇതി. കഹ എന്നുവെച്ചാൽ ഏതൊരാളാണ്, അസൗ പുമാൻ എന്നോട് പറഞ്ഞത് എന്ന്, മാം അവദതി ഇതി എന്ന് വെച്ചാൽ അവദത് എന്ന് പറഞ്ഞാൽ പറഞ്ഞത്. അപ്പോൾ കഹ അസൗ പുമാൻ മാം അവദത് ഇതി. അപ്പോൾ ഏതൊരാളാണ് എന്നോട് പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ശ്ലോകത്തിൽ നിർത്തി തപ തപ എന്ന് പറഞ്ഞു ഒരു അശരീരി കേട്ടു. അപ്പോൾ ആ പറഞ്ഞത് എന്നോട് ആരാണെന്ന് ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ഉദ്വീക്ഷ്യ. അപ്പം ജലാപൂർണെ ആ വെള്ളം നിറഞ്ഞ ലോകങ്ങൾക്കകത്ത് എല്ലാ ദിക്കുകളിലും നോക്കിയിട്ട്, ദിക്ഷു ഉദ്വീക്ഷ്യ, എല്ലാ ദിക്കുകളിലും നോക്കിയിട്ട്, ജഗന്മണ്ഡലേ ജഗത്തിൻ്റെ പുറം ലോകത്ത് നിന്ന് എല്ലായിടത്തും നോക്കി. എന്നിട്ട് നോക്കിയിട്ട് എന്താ സംഭവിച്ചത്? കിമപി അനീക്ഷിതവത, കിമപി ഒന്നും തന്നെ കാണാതിരുന്നപ്പോൾ വാക്യാർത്ഥം ഉത്പശ്യത എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം ആലോചിച്ചറിഞ്ഞു. ഉത്പശ്യത ആലോചിച്ച് മനസ്സിലാക്കി. എന്തോന്നാണ്? തപ തപ എന്നുള്ള വാക്കാണല്ലോ കേട്ടത്. ദിവ്യം വർഷസഹസ്രം ആത്മതപസാ തേന ആരാധിതത്വം. അങ്ങനെ തപ തപ എന്നുള്ള വാക്ക് കേട്ടതുകൊണ്ട് ദിവ്യമായിട്ടുള്ള 1000 വർഷങ്ങൾ കാലം തപസ് ചെയ്തു ആ ബ്രഹ്മാവ് എന്നാണ് പറഞ്ഞത്. ദിവ്യം സഹസ്രവർഷം ആത്മതപസാ തേന ആരാധിതത്വം എന്ന് വെച്ചാൽ അങ്ങേ നിന്തിരുവടിയെ സേവിച്ചപ്പോൾ, ആരാധിച്ചപ്പോൾ സ്വനിലയം ഏകാത്ഭുതം വൈകുണ്ഠം തസ്മൈ ദർശിതവാനസി. താൻ വാണരുളുന്ന എന്ന് വെച്ചാൽ ഭഗവാൻ വാണരുളുന്ന അത്യത്ഭുതമായ ആ വൈകുണ്ഠലോകം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. അപ്പം എന്താണ്? തപ തപ എന്നൊരു അശരീരി കേട്ടു. അങ്ങനെ അശരീരി കേട്ടപ്പോൾ ഇതെവിടുന്നാണ് ഈ അശരീരി വരുന്നതെന്ന്, ആരാ എന്നോട് ഈ പറയുന്നതെന്ന് ബ്രഹ്മാവ് 4 വശത്തോട്ട് 4 ദിക്കുകളിലോട്ട് നോക്കി. പക്ഷെ ആ വെള്ളം നിറഞ്ഞ ലോകത്തിനകത്ത് ഒരു ദിക്ക് നോക്കിയിട്ടൊന്നും കാണാനില്ല, ഒന്നും പറയാനുമില്ല, പറയുന്നത് ആരാന്ന് ഒന്നും മനസ്സിലാവുന്നുമില്ല. അങ്ങനെ കാണാതിരുന്നപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ചു. തപ തപ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആലോചിച്ചു. അപ്പോഴാണ് മനസ്സിലായത് തപസ് ചെയ്യാനാണ് ഈ പറയുന്നത്. അങ്ങനെ 1000 ദിവ്യ സംവത്സരക്കാലം തപസ് ചെയ്തു ആ ബ്രഹ്മാവ്. എന്നിട്ട് അങ്ങയെ സേവിച്ചു. അപ്പം അങ്ങനെ വന്നപ്പോൾ താൻ ഭഗവാൻ വാണരുളുന്ന അത്യത്ഭുതമായ വൈകുണ്ഠലോകം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ പ്രാകൃത പ്രളയത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ ആദ്യം ജലം സൃഷ്ടിച്ചു.
അതിലാണ് ആ ബ്രഹ്മാണ്ഡ രൂപനായ വിരാട് പുരുഷനെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ 5-ാം ദശകത്തിൻ്റെ ഒടുവിൽ പറഞ്ഞു വെച്ചല്ലോ. അപ്പം ആ വിരാട് പുരുഷൻ്റെ തലയുടെ സ്ഥാനത്താണ് ബ്രഹ്മാവ് ജനിച്ചത്. അപ്പം ആ ബ്രഹ്മാവിന് ചുറ്റും വെള്ളമല്ലാതെ ഒന്നും കാണാൻ വഴിയില്ല, വെള്ളമാണ്. മുഴുവൻ പ്രളയം വന്ന് വെള്ളമാണല്ലോ മുഴുവൻ. അപ്പം അതാണ് ലോകം മുഴുവൻ ജലപൂർണമാണെന്നും 4 പുറവും നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ലെന്നും ഒക്കെ പറയാൻ കാരണം. അങ്ങനെയാണ് പറയുന്നുണ്ട്. 4 വശത്തോട്ട് തിരിഞ്ഞ് നോക്കിയത് കൊണ്ടാണ് 4 തല ബ്രഹ്മാവിനെന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല, നമുക്ക് ചോദിച്ചു നോക്കാൻ പോയി. അപ്പോൾ ഈ മനുഷ്യൻ്റെ 360 സംവത്സരമാണ് ഒരു ദിവ്യ സംവത്സരം. അപ്പോൾ എല്ലാ ലോകങ്ങളുടെയും പുറത്ത് മേൽഭാഗത്തുള്ളതാണ് ഈ വൈകുണ്ഠ ലോകം.